പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ദീപ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ജാക്കോബിറ്റ്സ് ആണ്. ഞാനൊരു നേഴ്സാണ്. കൊറോണയുടെ കാലം കഴിഞ്ഞപ്പോൾ ഞാനൊരു ജർമ്മൻ കോഴ്സിന് വേണ്ടി ചേർന്നു. അപ്പോൾ ഓൺലൈൻ കോഴ്സാണ് ചേർന്ന് ഫുൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഇഷ്യൂസ് ഉള്ള കാരണം എനിക്കത് ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ 5 മാസത്തോളം എനിക്ക് അത് പ്രോസസ്സിങ് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു. പിന്നീട് ഇവിടെ വന്ന് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടു. അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ 5 മാസമായിട്ട് ഒന്നും ചെയ്യാതിരുന്ന ഇത് 1 മന്തിനുള്ളിൽ എനിക്ക് എല്ലാം ചെയ്ത് കിട്ടുകയും 90 ദിവസത്തിനുള്ളിൽ എല്ലാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എനിക്ക് തിരിച്ച് ജർമ്മനിലേക്ക് ഞാൻ അയക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഫാസ്റ്റിലേക്കായി. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി തുടങ്ങി. എന്നെ അനുഗ്രഹിച്ച പോലെ തന്നെ മാതാവ് വീട്ടിലുള്ള എല്ലാവരെയും മാറി അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. അപ്പം പിന്നീട് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. പിന്നീട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ വിസ റിസൈൻ ചെയ്യണം. ആ സമയത്ത് തന്നെയാണ് ഒരു പരീക്ഷണം പോലെ എനിക്ക് സാലറി സ്കെയിൽ കൂടിയത്. പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നാലും ഞാൻ ഉടമ്പടിയിൽ ആണെന്ന് വിചാരിച്ച് തന്നെ ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എല്ലാം സ്ലോ ആയിട്ടാണ്, ലാഗ് ചെയ്യുകയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. മാതാവിൻ്റെ കൂടെ നടന്നിട്ടും എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ പുതുക്കലിനും ഞാൻ മാതാവിനെ ദർശനം കാണാറുണ്ടായിരുന്നു. 3 to 4 months ഞാൻ മാതാവിനെ കാണുമായിരുന്നു. മാതാവിനെ കണ്ടതിന് ഈ ഓരോ ഈ കൃപാസനം മാതാവ് വരെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ റിനോവേഷൻ ആ സമയത്തേക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ റിനോവേഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ കണ്ടിരുന്ന മൊത്തം ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെ ഓർഡറിലാണ് ഞാൻ മാതാവിനെ കണ്ടിരുന്നത്. ലൂദ് മാത, ഫാത്തിമാത, പിന്നെ കൃപാസന മാത, അങ്ങനെയാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നീട് അപ്പം ഈ സമയത്ത് തന്നെ എംബസിയിൽ നിന്ന് എനിക്ക് ഒരു മെയിൽ വന്ന് നിങ്ങൾക്ക് വിസ തരാൻ പറ്റത്തില്ല, കാരണം എംപ്ലോയറുടെ സൈഡിൽ നിന്നൊരു ഫോം കിട്ടാനുണ്ട്, അപ്പോൾ അത് കാരണം തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ആകെ സങ്കടത്തിലായി. എന്ത് ചെയ്യണം അറിയാതെ വന്നു. അപ്പം എന്നാലും ഞാൻ ഈ പ്രാർത്ഥനയും ഒന്നും കുറവുണ്ടായിരുന്നില്ല. ഉടമ്പടി പുതുക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഈ ഗ്രീൻ പേപ്പർ കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു സാക്ഷ്യം പറയാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ല. അങ്ങനെ ഞാൻ ബ്ലൂ ഉടമ്പടിയിലേക്ക് വന്നു. ഈ ഉടമ്പടിയിലേക്ക് വന്ന് വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു ദിവസം അങ്ങനെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അകത്ത് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തായിരുന്നു ഞാൻ മാതാവിനെ കാണുന്നത്. ഇവിടെ കുരിശിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന മാതാവിനെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതെനിക്ക് എന്താണ് ഈ മാതാവിൻ്റെ പ്രത്യേകത എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്നാലും എനിക്കാകെ സങ്കടമായി. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഉടമ്പടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാതാവിനെ അങ്ങനെ സങ്കടപ്പെട്ട് വരുന്നത്. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഈശോയിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. എൻ്റെ ഉടമ്പടിയുടെ പ്രശ്നങ്ങളല്ലെങ്കിൽ എനിക്ക് ഈശോയിനൊന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവ് എൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് വന്നേക്കുവാണ്. കൂടെ ഈശോ ഉണ്ടായിരുന്നു, യേശുദൈവ പിതാവ് ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ യേശുദൈവ പിതാവിനോടും മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും എൻ്റെ അടുത്തൊരു എംപ്ലോയർ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തു തന്നു. ആ ഇൻ്റർവ്യൂവും ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും എംബസിന്ന് പറഞ്ഞാൽ നിങ്ങൾ B2 എക്സാം പാസ്സായാലേ വരുള്ളൂ എന്ന്. അപ്പോൾ എംപ്ലോയർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു B2 എക്സാം അവിടെ വന്ന് എഴുതിയാൽ മതി. പക്ഷേ എംബസി അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആകെ എൻ്റെ മെറിറ്റിലൊന്നും നടക്കത്തില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം എനിക്ക് 45 വയസ്സായി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. എനിക്ക് പറ്റത്തില്ല, കാരണം അത്രയും ടഫുള്ള ഇതാണ്. ഒരു പ്രാവശ്യം കൊണ്ട് എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കെന്നെ അറിയാം. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു വെയിറ്റ് ചെയ്തു.
എന്ത് ചെയ്യണം അറിയാൻ പാടില്ലാത്ത കുറേ സമയങ്ങളായിരുന്നു നമുക്ക് ആ സമയം മൊത്തം. ഒരു 2-3 മാസത്തേക്ക് ഒരു യാതൊരു ഇതുമില്ല, ഡേറ്റും കിട്ടുന്നില്ല. കിട്ടുന്ന ഡേറ്റ് ആണെങ്കിൽ ക്യാൻസലായി പോകുകയാണ്. അപ്പം എന്നാലും ഞാൻ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നീട് ഒരു ക്ലേശകാലം, അതായത് പിൻവാതിൽ അടച്ചിട്ട് ഒരു സമയമുണ്ട് നമുക്ക് ഉടമ്പടിയിൽ. കർത്താവ് മുറുകെ പിടിക്കുന്ന ആ സമയത്തിലേക്ക് ഞാൻ കടന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ കർത്താവ് എന്നോട് ആദ്യം ബൈബിൾ തുറന്നപ്പോൾ എനിക്കൊരു വചനം പറഞ്ഞു, നീ ഇപ്പോൾ ചെന്ന് വരുംകാലത്തേക്ക് ഒരു ശാശ്വത സാക്ഷ്യമായിരിക്കേണ്ടതിന് അതിനൊരു പലകയിൽ ഒരു രേഖയായി കുറിച്ച് വയ്ക്കുക എന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ എഴുതി. അപ്പോൾ സാക്ഷ്യങ്ങൾ എഴുതി കുറച്ച് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യത്തിൻ്റെ ഡേറ്റ് എഴുതുന്നത്. അപ്പോൾ ഞാൻ വെറുതെ മുകളിലൊരു എഴുതി വെച്ചു 24th 2024. അത് പിന്നെ ഞാൻ ഡേറ്റൊക്കെ മറന്നുപോയായിരുന്നു. പക്ഷേ അത് ഞാനിപ്പോൾ സാക്ഷ്യത്തിൻ്റെ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് ഈ 24th 2024 തന്നെയാണ് ഞാൻ ആ സാക്ഷ്യം പറയാനുള്ള ഡേറ്റ് തീരുമാനിച്ചതെന്ന്. അപ്പോൾ അങ്ങനെ അടുത്ത എക്സാം ഡേറ്റ് ഇല്ല. പിന്നെ അങ്ങനെ ഒരു 4 മാസക്കാലം ഞാൻ അങ്ങനെ ഇരുന്നു. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം പോകുന്നുണ്ട്, എല്ലാവരും. അപ്പം ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, കർത്താവേ എല്ലാവരും പോകുന്നുണ്ടല്ലോ, എന്നെ മാത്രം നീ എന്താ മാറ്റി നിർത്തിയേക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് ബൈബിൾ തുറന്നു. അപ്പോൾ പറയുകയാണ്, യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയെ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു എന്ന് പറയണം. ഞാൻ ഈ വചനത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത്. അപ്പം ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാനിങ്ങനെ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് തന്നെ ആലോചിച്ചായിരുന്നു. കാരണം യാതൊരു 0 മെറിറ്റിലാണ് നമ്മൾ അന്നേരം നിൽക്കുന്നത് തന്നെ. അപ്പം കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ മഹാസഭയിൽ ദൈവത്തെ സ്തുതിക്കും, മഹാജനത്തിന് മുന്നേ നിന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യുമെന്ന് പറയുകയാണ്. ഞാൻ അപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൈദരാബാദിലേക്ക് ഒരു എക്സാം ഡേറ്റ് കിട്ടി. എനിക്കൊരു നല്ല പോകുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് 3 മൊഡ്യൂളാണ് എനിക്ക് എഴുതാനുണ്ടായിരുന്നത്. എനിക്ക് സ്പീക്കിംഗ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉപ്പും കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഈശോയ്ക്കും മാതാവിനത് സമർപ്പിച്ചു. എനിക്ക് പറ്റത്തില്ല ഇത് പഠിക്കാൻ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു 60 ടോപ്പിക്കിന് മുകളിൽ ഞങ്ങൾക്ക് ഒന്ന് കവർ ചെയ്യാനുണ്ട്. പക്ഷേ എനിക്കൊരു 4 ടോപ്പിക്ക് മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ. എന്നാലും ഞാൻ എക്സാമിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ലാത്തൊരു ക്വസ്റ്റ്യനായിരുന്നു.